തട്ടിപ്പ് വാർത്തയിലേക്കാണ് പോകുന്നത്. ചില്ലറ തട്ടിപ്പൊന്നുമല്ല നടന്നത്, വൻ തട്ടിപ്പാണ്. മെസ്സി ആരാധകരെ, അർജന്റീന ആരാധകരെ ഒക്കെ ലോകകപ്പിന് മുമ്പ് അങ്ങ് മുൾമുനയിൽ നിർത്തിയ നിമിഷമായിരുന്നു. ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരുമെന്നുള്ള ലേലം വിളിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സ്പോൺസറേയും നമ്മൾ കണ്ടതാണ്. പക്ഷേ അതെല്ലാം അവസാനം വെള്ളത്തിൽ വെളിച്ച വര പോലെയായി പോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിനപ്പുറം വലിയൊരു തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടിയാണ് ഈ പ്രഭാതത്തിൽ പുറത്തുവരുന്നത്. മെസ്സിയുടെ പേരിൽ നടന്നത് വൻ കബളിപ്പിക്കലാണ്. കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരുമെന്ന പേരിൽ നടന്നത് കോടികളുടെ തട്ടിപ്പ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ കൊടുത്തതിന് രേഖകളില്ല. സംസ്ഥാന സർക്കാരുമായി കരാർ ഒപ്പിട്ടതിനും തെളിവില്ല. സൗഹൃദ മത്സരം പ്രഖ്യാപിച്ചത് അർജന്റീന ടീം അറിയാതെയാണെന്നും കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തി. ഇതുമായി ബന്ധപ്പെട്ട് വിദേശ നാണയച്ചട്ടം, കള്ളപ്പണ ഇടപാടുകൾ എന്നിവ അന്വേഷിക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ടെൻഡറില്ലാതെ ഏകപക്ഷീയമായാണ് സ്പോൺസറെ തിരഞ്ഞെടുത്തത്. മെസ്സിയെ കൊണ്ടുവരാൻ സാമ്പത്തിക സഹായം നൽകാമെന്ന് കാണിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോഡ് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനം സർക്കാരിന് 2023 ജൂലൈയിൽ അങ്ങോട്ട് കത്തയച്ചതായിരുന്നു എന്നും വ്യക്തമായി. മെസ്സി വരുമോ എന്നുള്ള ചോദ്യമാണ് ഞാൻ കായിക വകുപ്പിന്റെ ചുമതലയേറ്റെടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന ചോദ്യം. മെസ്സിയെ കൊണ്ടുവരുമോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ മെസ്സിയെ കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് എതിർപ്പില്ലല്ലോ, നമുക്കും താല്പര്യമുള്ള കാര്യമാണല്ലോ. ഞാനും ഒരു മെസ്സിയുടെ ആരാധകനാണ്. അപ്പൊ എവിടെയാണ് ഈ ഫയൽ നിന്ന് പോയത്, എന്തുകൊണ്ടാണ് മെസ്സി വരുന്ന ചർച്ച അവസാനിച്ചു പോയത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന. മാത്രമല്ല, മലപ്പുറം ഉൾപ്പെടെ ഒട്ടേറെ ഫുട്ബോൾ പ്രേമികളിൽ നിന്ന് പലവിധങ്ങളായ പരാതികൾ ഇതിന്റെ പല ഘട്ടങ്ങളായിട്ട് വരുന്നു വന്നു. അവർ വാക്കൽ പറഞ്ഞതുണ്ട്, അല്ലാതെ നൽകിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികമായിട്ടും ഏത് ഘട്ടത്തിലാണ് ഇത് നിന്ന് പോയത്, എങ്ങനെയാണ് ഇതിന്റെ ഈ ഒരു കാരണം ഒരുപാട് വലിയ വിവാദമായതാണല്ലോ. 2 വർഷക്കാലത്തോളം നമ്മൾ കേരളത്തിനകത്ത് മെസ്സി ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും മെസ്സി വരാതിരിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം കൂടിയാണല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ടൊന്ന് അന്വേഷിച്ച് മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മൾ പറഞ്ഞത് ഇതിനകത്ത് അന്നത്തെ ഗവൺമെന്റിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഇടപാടുകളിൽ ക്രമങ്ങളിൽ ലഭ്യമായ ഫയലുകളിൽ കാണുന്ന മിസ്അപ്രോപ്രിയേഷൻ ആണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചൂണ്ടിക്കാണിച്ച് സർക്കാർ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം അന്വേഷണത്തിന് ശേഷം അല്ല, കൂടുതൽ വിശദമായ അന്വേഷണത്തിന് ഞാൻ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്ത ഫയൽ ഗവൺമെന്റ് ക്യാബിനറ്റോ അല്ലെങ്കിൽ സിഎംആണല്ലോ തീരുമാനിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പരാതികൾ ഉണ്ടായിരുന്നു. 1 2 ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ട് ഇത് അടുത്ത ഘട്ടത്തിൽ മെസ്സി വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അല്പം ശ്രമം ഞങ്ങൾ കൂടി നടത്തിയാൽ മെസ്സി വരുമെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഒരു പരിശോധന നടത്തി പോകുന്നുണ്ട്. പിന്നെ മാത്രമല്ല, കേരളത്തിൽ ഇത്രയും വലിയ പ്രമാദമായ ഒരു സംഭവമാണല്ലോ മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രചരണം ഉണ്ടാവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എനിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് വരാറുണ്ട്. ചെറിയ കുട്ടികളിലേക്ക് മെസ്സേജ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് അവരുടേതായ ലാംഗ്വേജിൽ, ഞാൻ പറഞ്ഞ വേർഡ്സിലല്ല, അവരുടേതായ ടോണിലുള്ള ഒരുപാട് മെസ്സേജ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു കൗതുകത്തിന്റെ പേരിൽ ഞങ്ങൾ അത് പരിശോധിച്ച് നോക്കി. പരാതി ഉണ്ട്, പരാതി പരിശോധിക്കാൻ സാധിക്കില്ല. പരാതി പരിശോധിച്ച് നോക്കി ഫയലിൽ ഒരു കംപ്ലീഷൻ ആയി കഴിഞ്ഞാൽ അത് പൂർത്തിവെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് കൈമാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാർത്ത ഇന്ന് വന്നു എന്നുള്ളത് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന അത്രയാണ്. മെസ്സിയുടെ വരവിന്റെ കള്ളക്കളിയുടെ കൂടുതൽ വിവരങ്ങൾ മനോരമ ന്യൂസിന്. മെസ്സിയുടെ കേരള സന്ദർശനത്തിൽ സർക്കാരിനെയും വിരട്ടി സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി. മത്സരം സംഘടിപ്പിക്കാനുള്ള ആദ്യ ഉത്തരവ് വിരട്ടി AFOയുമായി കരാറിലേർപ്പെടാനുള്ള അനുമതിയാക്കി തിരുത്തിച്ചു. ഇത് ഗുരുതര സ്വഭാവമുള്ള തിരുത്തലാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അർജന്റീന ടീമിന്റെ സന്ദർശനത്തിൽ ലാഭം കമ്പനിക്ക് മാത്രം എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വിവരം. സ്പോൺസർക്കുള്ള ലാഭത്തിന്റെ വിഹിതം സർക്കാരിനില്ല. സ്പോൺസറെ കണ്ടെത്തിയതിലും ഗുരുതര വീഴ്ചയുണ്ടായി. വാക്കാലുള്ള നിർദ്ദേശത്തിലാണ് സ്പോൺസറെ തെരഞ്ഞെടുത്തത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മെസ്സിയുടെ സന്ദർശനത്തെ മുൻനിർത്തിയുള്ള സാമ്പത്തിക ക്രമക്കേടുകളിൽ സർക്കാർ ഉടൻ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. സർക്കാരിന്റെ ഒരൊറ്റ ചില്ലിക്കാശും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നാണ് മുൻ കായിക മന്ത്രി ഇന്നലെ നൽകിയ ഒരേ ഒരു വിശദീകരണം. ഇത് ചില്ലിക്കാശ് നഷ്ടമായോ എന്നത് മാത്രമല്ല, സർക്കാരിന്റെ വിശ്വാസ്യത, ഇത്തരം പരിപാടികൾക്ക് സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് ഔദ്യോഗികമായി സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനതയെ തന്നെ കബളിപ്പിക്കൽ തുടങ്ങി അതിഗുരുതരമായ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഇപ്പോൾ പുറത്തുവരുന്നത്. ആ ചോദ്യങ്ങൾക്കെല്ലാം കേരളം ഉത്തരമർഹിക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഇതിനേക്കാളും മര്യാദ തന്നു. കാരണം 4 വർഷം നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം തന്നു. VD സതീശൻ സർക്കാർ 30 ദിവസം സമ്മതിച്ചിട്ടില്ല, 90 ദിവസമായിട്ടില്ല, 3 മാസം കഴിച്ചിട്ടില്ല ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു മിനിറ്റ് സാറേ, ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ശരി, ഇതിനകത്ത് തെറ്റിൻ്റെ ഭാഗമാണ് നിയമപരമായി നേരിടാന്നേ. ഈ വാർത്തകൾ ചോർത്തിക്കൊടുത്ത് എന്തിനാണ് ക്രെഡിബിലിറ്റി നടത്തുന്നത്? സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി നടത്തുന്നത് എന്തിനാണ്? ഈ വാർത്തകൾ ചോർത്തിക്കൊടുത്തതുകൊണ്ട് കിട്ടുന്ന ഏക ബെനിഫിറ്റ് ഈ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലേ? ഈ പറയുന്ന അതാണ് മെസ്സി വരും എന്ന് അദ്ദേഹം അവകാശപ്പെട്ടപ്പോൾ നമുക്കറിയാലോ, ഈ പറയുന്ന കായിക മന്ത്രിയുടെ അവകാശവാദങ്ങളും അതുപോലെ തന്നെ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറയുന്ന സ്പോൺസറുടെയും ഒക്കെ ഒരു ഭൂതകാലം എല്ലാവരുടെയും മുമ്പിലുണ്ടല്ലോ. അവരൊക്കെ പറഞ്ഞ അവകാശവാദങ്ങൾ ഏതാണ് ഇവിടെ നടന്നത്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് മെസ്സി വരാൻ ഒരു സാധ്യതയില്ലെന്ന്. ഇപ്പോഴെങ്കിലും അത് വ്യക്തമായല്ലോ. ഞങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും നിലക്ക് മെസ്സി വരുന്നതിലുള്ള ഒരു അസൂയ കൊണ്ടല്ല, വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഇടപാടാണ് ഇത് സംബന്ധിച്ച് നടന്നത് എന്ന് ഞങ്ങൾക്കന്ന് സംശയമുള്ളതുകൊണ്ടാണ്. ആ സംശയത്തെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തോ പണമിടപാട് നടത്താനും ചില കള്ളപ്പണം ഇടപാടുകൾ നടത്താനും മാത്രമായിരുന്നു ഈ അവകാശവാദമെന്നും മെസ്സി കേരളത്തിൽ വന്നില്ല എന്ന് മാത്രമല്ല, വിവിധ സമയങ്ങൾ മാറ്റി പറഞ്ഞിട്ടും ആ സമയങ്ങളിലൊന്നും മെസ്സി വന്നില്ല. ആദ്യം പറഞ്ഞു നവംബറിൽ വരും, പിന്നെ പറഞ്ഞു ജനുവരിയിൽ വരും, പിന്നെ പറഞ്ഞു മെസ്സി വന്നിട്ടേ ഞങ്ങളൊക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞു. മെസ്സി വന്നില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ വേറെ എവിടത്തും കാലുകുത്താൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു. അവസാനം കേരളം കേട്ടത് എന്താണ്? മെസ്സി വരാത്തതുകൊണ്ട് മെസ്സിക്ക് പോയിരുന്നു. ഇതെല്ലാം നമ്മൾ സഹിച്ചില്ലേ? അതൊക്കെ പോട്ടെ, അതൊക്കെ ഒരാളുടെ വിടുവായത്തമാണെന്ന് പറയാം.
പക്ഷെ ഇപ്പം അങ്ങനെ വിടുവായത്തം മാത്രമായി തള്ളിക്കളയാൻ കഴിയില്ല. ഇത് ചില ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നും ആ ഇടപാടുകൾ നടത്തിയ ഒരു ഏജൻസി ഒരു കള്ളപ്പണ ഇടപാട് കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന, അമേരിക്കയിൽ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണെന്ന് നമുക്ക് പുറത്തു വന്ന സാഹചര്യത്തിൽ അതത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇത് സംബന്ധിച്ച് എഗ്രിമെന്റുകൾ പോലും വെക്കാത്തത് തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാനാണ്. സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കായിക മന്ത്രാലയമോ കായിക വകുപ്പോ ഈ പറയുന്ന കമ്പനികളായൊന്നും ഒരു എഗ്രിമെന്റ് വെക്കാതെ ഈ ഇടപാടുകളൊക്കെ നടത്തിയത് തെളിവുകളില്ലാതെ ഇവർക്കൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടക്കണമെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സ്പോൺസർ മൗനത്തിലാണ്. എന്തെല്ലാം തള്ളലുകളായിരുന്നു നമ്മൾ കേട്ടത്. സ്പോൺസറും ആ ചാനലിലെ അവതാരകരും ഒക്കെ തള്ളിയ തള്ളലുകൾ കേട്ട് കേരളം കൂരിത്തെരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന ഏജൻസിക്കാണ് കൈമാറിയതെങ്കിൽ, ഈ പറയുന്ന ഏജൻസി അമേരിക്കയിൽ മണി ലോണ്ടറിംഗ് കേസിൽ അന്വേഷണം നേരിടുന്ന കമ്പനിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ന്യായമായി സംശയം ഉന്നയിക്കുന്നത്. മെസ്സി വന്നില്ല, അർജന്റീന ടീം വന്നില്ല, ഈ പണം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് അന്വേഷണം നടക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അതല്ലെങ്കിൽ പണം കൈമാറിയിട്ടില്ലെങ്കിൽ ഈ കമ്പനി പറയട്ടെ, ഞങ്ങൾ ജനങ്ങളോട് കള്ളം പറഞ്ഞതായിരുന്നു, ഞങ്ങൾ പണം കൈമാറിയിട്ടില്ല. ആ കമ്പനി പറയട്ടെ. അങ്ങനെ കമ്പനി പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയാൽ മാത്രമേ പണം കൈമാറിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആർക്ക്, എന്തിന് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. മാത്രമല്ല, ഈ കമ്പനി മെസ്സി വരുമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചതാണെങ്കിൽ ഈ കമ്പനി കേസ് കൊടുത്തോ? കമ്പനി പറയുന്നു ഞങ്ങൾ കേസ് കൊടുക്കുന്നു. കമ്പനി കേസ് കൊടുത്തിട്ടുണ്ടോ? ഏത് കോടതിയിലാണ് കേസ് കൊടുത്തത്? എങ്കിൽ അതിന്റെ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തു പറയട്ടെ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി തങ്ങളെ കബളിപ്പിച്ചത്, ഈ കമ്പനി കബളിപ്പിച്ചതാണ്, AFA കബളിപ്പിച്ചതാണെങ്കിൽ ആ AFAക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ?